ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പാക്ക് ഓപ്പണിങ്ങുമായിട്ടാണ്. സോ പാക്ക് ഓപ്പണിങ് കിടിലം ഒരു പാക്ക് ഓപ്പണിംഗ് ആണ്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചൊരു കിടിലൻ പാക്ക് ഓപ്പണിംഗ് ആണ്. നമ്മൾ ഈ വട്ടം ക്ലിക്ക് ബൈറ്റ് ഒന്നും ഇടേണ്ട അവസ്ഥയൊന്നും വന്നില്ല. നമ്മൾ തമ്മിൽ കൊടുത്തേക്കുന്നത് എന്താണോ അത് സത്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി വിഷുവും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ പോവുകയാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും നമ്മളെ ടെലിഗ്രാമോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ടീം ക്ലൗൺ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ടെലിഗ്രാമിലാണ്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ലിങ്കുകളാണ്. ഒന്ന് എൻ്റെ സെക്കൻഡ് ചാനൽ ലിങ്കും പിന്നെ ഒന്ന് ഇൻസ്റ്റയുടെ ലിങ്കും. സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്തും കൂടെ വെച്ചേക്കാം. ഇൻസ്റ്റയിൽ നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ വിഷു ആണ്, ഇന്ന് ചിലപ്പോൾ ലൈവൊക്കെ കാണും. എല്ലാവർക്കും കൈനീട്ടമൊക്കെ തരാൻ അങ്ങോട്ട് വരാൻ ഞാനും തിരിച്ചൊക്കെ തരാൻ ശ്രമിക്കാം. സോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ ഇപ്പോൾ ഒരു പാക്ക് ഓപ്പണിങ് ഫുള്ള് തന്നെ കാണണം. പിന്നെ നമ്മളെ ചാനലിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 8 സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 25K ആവും. സോ ഒരു വിഷു കൈനീട്ടം എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ 25Kയിലോട്ട് ഒന്നാക്കി തരിക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗെയ്സ്, അപ്പോൾ നമ്മളെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകുകയാണ്. സോ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറക്റ്റ് 38,475 ജെമ്മുണ്ട്. സോ ഇന്ന് ഫുള്ള് നമ്മൾ ജമ്മ് വെച്ചിട്ടുള്ള പാക്ക് ഓപ്പണിംഗ് ആണ്. സോ ഇവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 10,000-ൻ്റെ ഒറ്റ പാക്കുണ്ട്. 10,000-ൻ്റെ ഒറ്റതിൽ ഗ്യാരൻറ്റീഡായിട്ട് വലുതായിട്ട് ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് എന്തോ സോങ്കാർക്കൻ പാക്കോ, ഇത് മിക്സഡാണ്, അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല. അല്ലെങ്കിലും 15 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെയാണ് ഗൈസ്. ഞാൻ കുറേ ചെയ്തതാണ്, ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പയ്യെ നോക്കാം. ഡിവിഷൻ റൈവൽസിൽ ഈ ഒരു ടോക്കൺ 2,500 ഇല്ല, അല്ലെങ്കിൽ ഇതിലൊരു സ്പിന്നൂടെ ചെയ്യായിരുന്നു. സോ നമുക്കെന്തായാലും നമുക്ക് റെക്കമെൻഡിൽ ഫീച്ചേർഡിൽ 1,500-ൻ്റെ ഇല്ലേ, ടോപ്പ് ഇവൻറ്റ്സ് 1,250. നമുക്കതിൽ തുടങ്ങാം. അതിൻ്റെ ഒരു 10 എണ്ണം, ആദ്യം ഒരു 10 എണ്ണം സ്റ്റാർട്ടറായിട്ട് അങ്ങ് തുടങ്ങാം ഗൈസ്. 12,500. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ സിദാന്, റാഷ്ഫോർഡ് എല്ലാവരും ഉണ്ട്. നമുക്കെന്തായാലും ഒരു 10 എണ്ണം അങ്ങ് കാച്ചിക്കളയാം. ഇപ്പൊക്കെ പനി ഈശ്വര മിന്നിച്ചേക്കണേ. ആരെയോ കിട്ടിയിട്ടുണ്ട്. ഓമ്പി ഫസ്റ്റ് അറ്റ് FC ഗോവേ. 10 എണ്ണം ചെയ്തപ്പോൾ എന്താ കുശാൽ. എന്നാൽ എനിക്ക് 10,000-ൻ്റെ ഒറ്റ ഒരെണ്ണം അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്തിൻ്റെ കടപ്പായിരുന്നു. ഇനി നമുക്ക് 6,250-ൻ്റെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അതിൽ വല്ലതും കിട്ടുമായിരിക്കാം. അൾട്രാ പാക്ക് അൾട്രാ പാക്കിൽ ആരെ കിട്ടിയെന്ന് നോക്കാം. ഇതെന്താടാ പന്ന പട്ടികൾ, തെണ്ടികൾ, പട്ടി ഷണ്ടങ്ങൾ ഒന്നും തരുന്നില്ലല്ലോ ഗൈസ് ഇവന്മാർ. ഇനി 18-ൻ്റെ ഒറ്റ ഒരെണ്ണം ചെയ്യാനുള്ളത് ശരിയാകത്തില്ല. ഇതെത്ര 87-97. ഇതിലും നല്ലതായിട്ടൊന്നും ഇല്ല. എന്താണ്? ഫ്രീ പാക്ക് എടുത്തില്ലെന്നൊരു പരാതി വേണ്ട. നമുക്ക് ഫ്രീ പാക്ക് അങ്ങ് എടുക്കാം ഇല്ലേ. MLS-ൻ്റെ നമുക്ക് സ്പിൻ ചെയ്യാം. MLS-ൻ്റെ ഇതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. സോ MLS-ൻ്റെ 6,000-ൻ്റെ ഒരു സ്പിന്ന് നമുക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടും. എന്തെങ്കിലും കിട്ടിയില്ല. യൂസ് ചെയ്യലോ CBയോ. ഇതൊക്കെ എന്തൊരു മൊണ്ണം പാക്കുകൾ. വാട്ട്സ് ദിസ്? എന്താണത്? വെറും വൃത്തിയായിട്ട പാക്കുകൾ വരുന്നു ഗൈസ്. ഇമാരിത് എന്താണ് ഇമാരുടെ ലക്ഷ്യം? എന്താണ്? ഇനിയിപ്പോൾ 1,200 എത്രയാണ് അത് ചെയ്യുക? ഓരോന്നും ചെയ്യാം. ഓക്കെ, ജമ്മു മൊത്തം പോയി വെറുതെ കൂട്ടിയിട്ട്. പിന്നെ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയതൊന്നുമല്ല, ഓരോന്നിന്ന് ഫ്രീ റിവാർഡ് കിട്ടിയതല്ലാതെ കൂട്ടിയിട്ടൊരു വലിയൊരു പാക്ക് ഓപ്പണിങ് പ്ലാൻ ചെയ്തതാണ്. പിന്നെ യൂസ് ചെയ്യൽ നോർവേ. ഹാലൻഡാന്ന് വിചാരിച്ചത്. നമ്മളെല്ലാവരും ആരായി? ഫട്ടി. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒരു ലക്കില്ലാത്ത അക്കൗണ്ടാണ് ഗൈസ്. ഒന്നും കിട്ടത്തില്ല, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പണ്ടൊക്കെ പിന്നെ ലക്കുണ്ടായിരുന്നു ഫിഫ ആയിരുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ലക്കും ഇല്ല, വെറും പന്നെ ഒരു അക്കൗണ്ടാണ് എൻ്റെ അക്കൗണ്ട്. കോയിനുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അടുത്തത് യൂസ് ചെയ്യില്ല. ഏതെങ്കിലും ചൊണ്ണം കാർഡായിരിക്കും. കണ്ടോ, ഇതൊക്കെയാണ് കുഴപ്പം.
ഒറ്റ സ്പിൻ ചെയ്താലും വെറുതെയാണ്, അതിനെക്കാട്ടിലുള്ള കണ്ടൻറ്റെങ്കിലും കിട്ടും. ആ പിന്നെ വിൻ്റർ വൈൽഡ് കാർഡ് പൊളുത്തി കിടക്കുന്നു. ഷെടാ പൈസ ഇനിയിപ്പോൾ ഇതിൽ കുറേ കിട്ടിയ വെച്ചാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. 1200 പോയത് മാത്രം മെച്ചം. ആ പിന്നെ 92ൻ്റെ ഏതാണൊരു ചൊണ്ണാനെയൊക്കെ കിട്ടി. കുറേ കാർഡ് കിട്ടിയത് മെച്ചം. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് സ്പിന്നുണ്ടാക്കാം, അല്ല എക്സ്ചേഞ്ച് ഉണ്ടാക്കാം. സ്പിന്നല്ലേ ഇപ്പോൾ ഉണ്ടാക്കിയത്. സെഞ്ചൂറിയൻസ് 11 കാർഡുകളും വന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 90 തൊട്ട് 97 വരെ. സെഞ്ചൂറിയൻസ് എക്സ്ചേഞ്ച് ആരെങ്കിലും കിട്ടുമായിരിക്കും. ഇതെന്താ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത? എന്താ ടോട്ടൽ OVR? ഓ അപ്പം അതും ചെയ്യാൻ പറ്റില്ലെന്ന് സാരം. ഇത് ഈ പുതിയ പരിപാടി. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം, MLS-ൻ്റെ ചെയ്ത് നോക്കാം, ആരെങ്കിലും കിട്ടുമോ നോക്കാം. ആരെയും കിട്ടിയില്ല. ഓക്കെ കൂൾ. ലുസിക്കോ ഒക്കെ കുറേ കളിച്ചതാണ്, അതൊക്കെ കുറേ കണ്ടതാണ്, ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. നമുക്ക് ടോട്ടി നോക്കാം. ടോട്ടിയിൽ എക്സ്ചേഞ്ച് ആരെയും കിട്ടാതിരിക്കത്തില്ല. നമുക്ക് ആ റൊണാൾഡോയെ കിട്ടിയാൽ മതി, വേറെ ആരെയും വേണ്ട. ക്രിസ്ത്യാനോ ഇനിയും ചെയ്യും. പക്ഷേ നമുക്ക് 3 ടേൺ ഉണ്ട്. 3ാമത്തെ ടേൺ റൊണാൾഡോ ആയിരിക്കും. നിങ്ങൾ കണ്ടോ? ഉറപ്പുള്ള കാര്യം, 3ാമത്തെ ടേൺ റൊണാൾഡോ ആയിരിക്കും. ഇത് നമ്മൾ കുറേ കണ്ടതാ. 3ാമത്തെ ടേൺ റൊണാൾഡോ. അതാണ്ടേ റൊണാൾഡോയെ കിട്ടി മക്കളെ. റൊണാൾഡോ അടിച്ചെന്ന് കൂട്ടിക്കോ. പോർച്ചുഗൽ. അയ്യേ ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞ വാക്ക് കറക്റ്റായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ കിട്ടി. ബ്രൂണോ ഫെർണാണ്ടസിനെയും മറ്റേ ആ പുള്ളിക്കാരനെയും കിട്ടി, അല്ലാതൊന്നും കിട്ടിയില്ല. ഇങ്ങനത്തെ റൊണാൾഡോ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇത് റൊണാൾഡോ ആയാലോ? എന്തായാലും അടുത്തത് സ്ട്രൈക്കർ കിട്ടി മക്കളെ. റൊണാൾഡോയെ കിട്ടി 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 റൊണാൾഡോയെ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു ഇത് നിർത്തുന്നെങ്കിൽ റൊണാൾഡോയെ കൊണ്ടേ നിർത്തത്തുള്ളത്. ഈ അടുത്ത് വേണോ മാക്കലിസ്റ്റർ എടുക്കണോ? മാക്കലിസ്റ്റർ അതോ ഡൊണ്ണാറമ്മിനെ എടുക്കണോ? ഡൊണ്ണാറം നമുക്ക് സ്പിൻ ചെയ്യാം, സിമ്പിൾ. കിട്ടി റൊണാൾഡോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ജമ്മ് മുടക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല ഗൈസ്. ജമ്മല്ലേ പോട്ടെ, ജമ്മൊക്കെ പോട്ടെ, പവർ വന്നാൽ മതി നമുക്ക് റൊണാൾഡോ മതി. നമുക്കറിയാമായിരുന്നു റൊണാൾഡോ അടിക്കുമെന്ന്. ഇതൊക്കെ എന്ത് ഒപ്പണ്ടയൊക്കെ ഓക്കെ. ഒപ്പണ്ടയൊക്കെ കിണ്ടി. എന്തായാലും പാക്ക് ഓപ്പണിങ് കൊണ്ട് മുതലായി. ഇനി നമ്മൾ റൊണാൾഡോ വെച്ചൊരു കളി കളിക്കും. ഈ റൊണാൾഡോയുടെ റിവ്യൂ വേണോ ഗൈസ്? റിവ്യൂ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാം. അടുത്ത റൊണാൾഡോ കിട്ടിയോ? ഇതാ പിന്നെ റൊണാൾഡോ. ഇനിയിപ്പോൾ ഒരു കാർഡ് നമുക്ക് സെയിലാക്കാം. എന്തൊരു ലക്കാണ് നോക്കണേ. 20 മില്യൺ ഇപ്പം 40 മില്യണായി. എനിക്ക് വയ്യ, എൻ്റെ ലക്ക് കൊണ്ട് ഞാൻ തോറ്റി. ഇതൊക്കെയാണ് മക്കളെ പാക്ക് ഓപ്പണിങ്. 91 OVR ഉള്ളൂ, സാരമില്ല. പക്ഷേ പവറല്ലേ. ആ മെസ്സിയേയും കൂടെ കിട്ടിയാൽ നമ്മൾ പൊളിച്ചേനെ. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ഒരു റൊണാൾഡോ അങ്ങ് സെല്ലാക്കാന്നേ. റൊണാൾഡോ ട്രേഡബിൾ അല്ലേ? ട്രേഡബിൾ അല്ല ഓമ്പി. എടാ ഈ 2 റൊണാൾഡോ വെച്ച് ഞാനെന്ത് ചെയ്യണം? അൺട്രേഡബിൾ വന്ന് പറ്റിക്കാൻ നോക്കുന്നാടാ. എന്തായാലും എന്താ ഫിസിക്കൽ ഷൂട്ട് മാത്രമേ ഉള്ളല്ലോ. എന്താണേലും റൊണാൾഡോയെ കിട്ടി, അത്രേ ഉള്ളൂ. ഹാലൻഡ് പർച്ചേസ് ചെയ്ത്. ഇത് ട്രേഡബിൾ കാർഡാ. ഇതെന്താ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത? ഇത് നോൺ ട്രേഡബിൾ കാർഡാണോ? എടാ സാരമില്ല, നമുക്ക് ഇനി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് ഗൈസ്. ഇനി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതിൽ ഇവരൊന്നും രസമില്ലെന്നേ. സോ ഈ പാക്ക് ഓപ്പൺ കൊണ്ട് ശരിയൊക്കെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. MLS ടോക്കണോ? അതൊന്നും നമ്മളതിലില്ലേ. നമ്മളതിലാകെ ഇതൊക്കെയാണ് ഉള്ള. ഇത് വെച്ചിട്ട് നമുക്കൊരു സ്പിന്നൊക്കെ ചെയ്യാലോ. ഇവിടെ നമുക്ക് മെസ്സിയെ കിട്ടുമോ? ഐക്കൺ വല്ലതും കിട്ടുക?
കിട്ടിയില്ല. 50 സ്പിന്നോ? ശിവ നമ്മളിന്നൊരു കാർഡും കൊണ്ടേ പോകത്തോളൂ. പക്ഷെ ഇവിടെ നിന്നൊന്നും തരുന്നില്ലല്ലോ. എക്സ്ചേഞ്ച് ചെയ്യാ ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ ഏറെ നാളുകൾക്ക് ശേഷം പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ ഒരു മടുപ്പാണേ. ഈ റൊണാൾഡോ ആർക്കൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് കരോ കേട്ടോ. കമൻറ്റ് 1 അല്ല 2 കേട്ടോ. 2 റൊണാൾഡോ. അതാണ്ട് അടുത്തത് ഇതേകദേശം ഒന്നെങ്ക അർജൻറ്റീന സ്ട്രൈക്കർ മെസ്സിയാണെന്ന് വിചാരിച്ച്. മാർട്ടിനസ് പൊള്ളി മാൻ പൊള്ളി. നമുക്കിങ്ങനെ മാർട്ടിനസിന് കിട്ടി ഗൈസ്. അത് കൊള്ളായിരുന്നു, അത് നൈസ്, അതെനിക്കിഷ്ടപ്പെട്ട്. മാർട്ടിനസിന് കിട്ടി, അതങ്ങോട്ട് സുഖിച്ച് ഗൈസ്, അത് കൊള്ളാം. നമുക്ക് കാർഡുകൾ കിടക്കില്ലേ ഗൈസ്. ഇനിയും കിടപ്പുണ്ട് കാർഡുകൾ. റൊണാൾഡോ വല്ലതും പോയില്ല. നമുക്കിതാ ഈ ഒരു എണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് പയ്യെ നിർത്താം ഗൈസ്. ഇതും ആരെയോ കിട്ടി. ഇതാരെയോ ആണ് കിട്ടിയത്. ഞാൻ പറഞ്ഞ കണക്കിന് ആരെയോ ആണ് കിട്ടിയത്. ആരെയോ കിട്ടി. ആരെയൊക്കെയാണ് കിട്ടി? ഓ റൊണാൾഡോ. നോ 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 for that bro. What's this bro? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ പാക്ക് ഓപ്പണിങ് ഇവിടെ വിരമിക്കുകയാണ്. സോ പാക്ക് ഓപ്പണിങ് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. സോ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതൊന്നും മറക്കണ്ട. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മളെ കണ്ടൻറ്റുകളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത പ്രോബ്ലം ഉണ്ട്. സോ അതിൽ വന്നു കഴിഞ്ഞാൽ കണ്ടന്റുകളെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അപ്ഡേറ്റുകളൊക്കെ കിട്ടുന്നതാണ് സെക്കൻഡ് ചാനലിലും മെയിൻ ചാനലിലും. സോ അപ്പം എല്ലാവരും അതിലൂടെ ജോയിൻ ചെയ്യുക. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക, സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി വിഷുവും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ കിടിലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും മൈ ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ.